അത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. അപ്പോൾ പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് ഇത് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, ഉള്ളി, പച്ചമുളക് അല്ലേ, പിന്നെ ശർക്കര വേണം, പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്തിരി സാധനങ്ങളാണ് ഇതിലിട്ടിട്ടുള്ളത്. നമുക്ക് നേരെ പോയി ഇതുണ്ടാക്കാം. ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു. അപ്പോൾ ഗായ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വാഴല. ഇതാണ് കേട്ടോ, 2 വലിയ വാഴല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഫ്രൈ പാനിലേക്ക് എണ്ണ ചൂടാവാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് നല്ല ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയം തന്നെ നമ്മൾ സൈഡിൽ എന്താ പറയുക കേബേജ് വറവ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ബാറ്ററില്ലേ, ആ ഇഞ്ചി, ഉള്ളി അതൊക്കെ ഇട്ട് പിന്നെ പച്ചമുളകും അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതിലിട്ട് ഇളക്കി കൊടുക്കാം. വഴയുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. കേബേജ് വറവിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കാബേജ്, ഉള്ളി, തേങ്ങ, മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ടിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എണ്ണയ്ക്ക് ഇപ്പോൾ നമ്മൾ നല്ലോണം ആക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറേ ഒഴിക്കാം കേട്ടോ. വറവിലേക്ക് പച്ചമുളകും കൂടി മുറിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഇതിനകത്ത് ഇട്ട സംഭവങ്ങളൊക്കെ ഈ ഒരു രീതി വയലിൽ വന്നിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പുളി വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കുതിർക്കണം. ഉപ്പിടാതെ തന്നെ കുതിർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ശർക്കര അലിയുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതിവിടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തള വരുമ്പോൾ എല്ലാം ഉപ്പും മുളകൊക്കെ കറക്റ്റ് തന്നെ നോക്കിയിട്ട് ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കാബേജ് വറവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കുന്ന എന്താ പറയുക പുളി അച്ചാർ കാണാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മുളക് പൊടി, ഉപ്പ്, വെള്ളം, വിനാഗിരി, പിന്നെ പുളിയുണ്ട് കേട്ടോ. ആദ്യം മുളക് പൊടി ഒന്നിട്ട് കൊടുക്കാം. അടുത്തതായി ഉപ്പാണ് കേട്ടോ. അടുത്തതായി ഉപ്പും കൂടി ഒന്നിട്ട് കൊടുക്കാം.
പിന്നെ വിനാഗിരിയാണ്. കുറച്ച് മതി കേട്ടോ ഇത്, കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നല്ലേ. അടുത്തതായി വെള്ളം കുറച്ച് ഒഴിച്ചെടുക്കാം. പിന്നെ പുളിയുണ്ട് കേട്ടോ. പുളി നന്നായിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മതി കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് പിന്നീടും കുറച്ചായി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉപ്പ് പാകമായിട്ടുണ്ടാകാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനിയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് ഗൈസ് നമ്മളെ ഇല. ഞാൻ തേയില വാങ്ങിക്കാൻ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേനും എല്ലാം ഉമ്മ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എന്താ പറയുക, പച്ചടി അല്ലേ, ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ ഇതിലേക്ക് തേയില വേണമെന്നാണ് ഞാൻ തേയില വാങ്ങിക്കാൻ പോയതാണ്. അപ്പം അപ്പോഴത്തേക്ക് ഇതൊക്കെ മുറിച്ചെല്ലാം സെറ്റാക്കി. പിന്നെ ഇതാ സാമ്പാർ ഇവിടെ ആവാൻ വെച്ചിട്ടുണ്ട്. പിന്നെന്താ അമ്മ ഇപ്പം ആയതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ എന്താ പറയുക, കാബേജ് വറവായിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ പുളിയഞ്ചും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹാദിൻ്റെ സ്പെഷ്യൽ അച്ചാറും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. പിന്നെ ഹാദിയുടെ ബീട്രൂട്ട് പച്ചടി ഇളക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സാമ്പാർ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇതവിടെ മീൻ കഴിക്കാറുണ്ട് കേട്ടോ. എന്താ മീനാമ ആവോലാട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ നല്ല ഈ പച്ചപ്പുളി ചമ്മന്തി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയുടെ റെസിപ്പി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നത്. നമ്മുടെ സാമ്പാർ വേണ്ടി അത് റിവ്യൂ പറയും. അങ്ങനെ ഞാൻ ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ശരിക്കും. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന സാമ്പാറാണ്. അപ്പോൾ ഗൈസ് വേറൊരു സംഭവമുണ്ട്. ഇത്ര നേരം പൊതിച്ചോറ് മതി എന്ന് പറഞ്ഞ ആളിപ്പോൾ പറയുന്നത് ഇതിലങ്ങനെ ഇട്ടിട്ട് തിന്നാൻ സദ്യ പോലെ മതി. അപ്പം നമുക്ക് പൊതിച്ചോറിൽ നിന്ന് സദ്യയിലേക്ക് പോകാം ഗൈസ്. ഇതാദ്യം നമുക്ക് ഫുള്ള് കഴുകണം, കഴുകിക്കണം. പിന്നെ സാമ്പാർ സൂപ്പറായി. പിന്നെ അമ്മേനെ ആക്കുന്നത് എന്താണ് പായസം അല്ലേ. അപ്പോൾ ഉമ്മ എന്താ പറയുന്നത്, എന്ത് പായസം ആക്കുന്നത്? അരമണ പായസമാണ് കേട്ടോ അമ്മ ആക്കുന്നത്. അപ്പം അതിലുള്ള ശർക്കരകൾ ഇടുന്നുണ്ട് ഉമ്മ. പിന്നെ പായസം വേറൊരു വീഡിയോ നമുക്ക് റെസിപ്പി പറയുന്നതായിരിക്കും. അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ ലാഗാവും. അപ്പം നമുക്കിനി പായസം കൂടിയായിട്ട് തിന്ന് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ ഇപ്പം ആയ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. സാമ്പാർ, എന്നാലും കാബേജ് വറവ്, മീൻപൊരി, അച്ചാർ, ബീട്രൂട്ട് പച്ചടി, ചമ്മന്തി, പുളിയിഞ്ചി, മോര തൈര്. പിന്നെ അതൊക്കെയാണ് കേട്ടോ ഇതുവരെയായിട്ട് റെഡി കേട്ടോ. 8 വിഭവം. പിന്നെ ഞാനിപ്പോൾ പായസം റെഡിയാകുന്നുണ്ട്. പിന്നെ ചോറ്, പഴം എല്ലാം കൂടിയിട്ട് സെറ്റ് ഗൈസ്.
ഗൈസ് ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാപ്പ വന്നാൽ ചെറിയ വിളമ്പും എല്ലാം ഇങ്ങനെ ഒഴിച്ച് കഴിക്കട്ടെ. മറ്റേന്ന് നമ്മ എടുക്കുന്നില്ല, ഒന്ന് മതി ഇത് ചെയ്ത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും